ഹായ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഡേറ്റാ സയൻസ് എന്ന മൈനർ കോഴ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥിനികൾക്കും സ്വാഗതം. ഐ ആം രാഹിബ് ബോബ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, KH യൂണിറ്റി വിമൻസ് കോളേജ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡേറ്റാ സയൻസ് ആണ് ശരിക്കും ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെഷീൻ ലേണിങ്ങിന് ഡേറ്റ വേണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഡേറ്റ വേണം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് AIDS അങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ ടൈറ്റിൽ. അതിൽ ഫസ്റ്റ് സെമ്മിൽ വരുന്നത് പൈത്തോൺ പ്രോഗ്രാമിംഗ് ആണ്, സെക്കൻഡ് സെമ്മിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാ സയൻസ്, തേർഡ് സെമ്മിൽ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലം സോൾവ്. അപ്പോൾ ഇത് ശരിക്കും പൈത്തോൺ പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഡേറ്റാ സയൻസ്, സെക്കൻഡ് സെമ്മിലെ ഡേറ്റാ സയൻസ് വരുന്നത്. ഈ ഡേറ്റാ സയൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു വീട് വിൽക്കാനുണ്ട് വിചാരിച്ചു. ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വിൽക്കാനുണ്ടെങ്കിൽ അതിനൊരു 50 ലക്ഷം രൂപ കിട്ടണം എന്ന് ഓഫ് ആൻഡ് ആയിട്ട് പറയല്ല ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ കിട്ടണം എന്നില്ല. നമ്മൾ എന്താ ചെയ്യുക ചോദിച്ചാൽ അതിന് 4 സൈഡിലുള്ള നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റിലുള്ള വീടുകളൊക്കെ എത്ര രൂപയ്ക്കാണ് വിറ്റ എന്ന് നോക്കും. അത് മാത്രം നോക്കിയാൽ മതിയോ? പോരാ. എന്ത് വേണം? നമ്മുടെ അതിൻ്റെ വീടിൻ്റെ ഫീച്ചേഴ്സ് നോക്കണം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് എത്രയും നോക്കണം, നമ്പർ ഓഫ് ബെഡ്റൂംസ് നോക്കണം, വാഷ്റൂംസ് നോക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം ശരിക്കും. ഇപ്പം നമ്പർ ഓഫ് ബെഡ്റൂംസ് നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂംസിൻ്റെ തന്നെ എന്ത് വേണം? സ്ക്വയർ ഫീറ്റ് നോക്കണം. ചിലപ്പോൾ ഒരു വീട് 50 ലക്ഷത്തിന് പോയിട്ടുള്ളൊരു വീട് 3 ബെഡ്റൂമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷത്തിന് പോയിട്ടുള്ളൊരു വീട്ടിൽ ചിലപ്പോൾ 5 ബെഡ്റൂം ഉണ്ടാവും. പക്ഷെ 5 ബെഡ്റൂമിന്റെ സൈസ് ചിലപ്പോൾ ചെറുതായിരിക്കും. 2 ബെഡ്റൂം കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടെ 3 ബെഡ്റൂമുള്ള ഒരു ബെഡ്റൂമിലേക്ക് വെക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുക എൻ്റെ വീട് ഇത്ര രൂപയ്ക്ക് കിട്ടും. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റ് വളരെ എന്തായിരിക്കും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും, സെയിൽ നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ചില കോഴ്സസ് നിർത്തി പോകും. ചില കോഴ്സിൽ കുറെ കുട്ടികളുണ്ട്. അപ്പോൾ പുതിയ കോഴ്സ് തുടങ്ങണമെങ്കിൽ ഏത് കോഴ്സ് തുടങ്ങണം? പിന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചില രോഗങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ ആദ്യത്തെ 5 ദിവസം കോവിഡിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ 6ാമത്തെ ദിവസം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള റിയൽ ടൈം ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളിൽ എന്താ പറയുക, അത് കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഡേറ്റാ സയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡേറ്റ മാത്രമല്ല, കുറച്ച് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യും. സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും, ഇതിനിപ്പോൾ എന്തിനാ ഡേറ്റാ സയൻസ് നിങ്ങൾ കോഴ്സ് പഠിക്കണം, നമുക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ ഇത് അനലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള റിപ്ലൈ എന്താണെന്ന് പറയാം. അതിന്റെ റിപ്ലൈ ഇതാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ലുലു മാൾ പോലെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് ലക്ഷക്കണക്കിന് എന്തുണ്ടാവും? കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. ഏതൊക്കെ കസ്റ്റമേഴ്സ് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നത്. അതേപോലെ തന്നെ ചില ഏരിയയിൽ നിന്ന് വരുന്ന നോർത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങുന്നത്. ചില പ്രൊഡക്റ്റ് തീരെ വാങ്ങുന്നില്ല. അപ്പൊ അതിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ആ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടും അതിന് മാറ്റമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ ഇതിനൊരു പ്രഡിക്ഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു അനാലിസിസ്, ഈ ഡേറ്റ പ്രോസസ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. ആ പ്രഡിക്ഷൻ കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡേറ്റാ സയൻസ് കോഴ്സ് പഠിക്കുന്നത്. അത് എങ്ങനെ എന്നാണ് പ്രഡിക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പൈത്തോൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റാ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കുറെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രഡിക്ഷനിലേക്ക് വരുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ കോഴ്സിന് ചേർന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങളൊരു കോഴ്സ് ഇവിടെ പഠിക്കണോ വേറെ പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്താ പറയുക, മലപ്പുറം ജില്ലയിൽ എവിടെയും ഡാറ്റാ സയൻസ് നല്ലൊരു കോഴ്സ് ഇല്ല, കാലിക്കറ്റിലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ പൈത്തോൺ പഠിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? പൈത്തോൺ നിങ്ങൾ സ്വയം പഠിക്കണം. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും ആര് ചെയ്യും? ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ കോഴ്സിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.